നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, വേദിക് വിശ്വാസ് എന്ന ഞങ്ങളുടെ ചാനലിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ പൗരാണിക ജ്യോതിഷ ശാസ്ത്രത്തിൻ്റെ വെളിച്ചത്തിൽ കാലചക്രത്തിലെ സുപ്രധാനമായ തുലാം മാസം മകം നക്ഷത്രക്കാർക്ക് എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് നോക്കാം. സിംഹക്കൂറിൽ വരുന്ന നേതൃത്വത്തിൻ്റെ നക്ഷത്രമായ മകം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ മാസം വളരെ നിർണായകമാണ്. ഈ തുലാം മാസത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെ ഭാഗ്യങ്ങളും പുതിയ അവസരങ്ങളും വന്നു ചേരും, അതുപോലെ തന്നെ ഗ്രഹങ്ങളുടെ സഞ്ചാരം കാരണം എന്തൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് എന്നതിനെക്കുറിച്ച് നമുക്ക് ആഴത്തിലറിയാം. തൊഴിൽ, ആരോഗ്യം, സാമ്പത്തിക നില, കുടുംബ ബന്ധങ്ങൾ എന്നിവയിൽ മകം നക്ഷത്രക്കാർക്ക് ഈ മാസം എങ്ങനെയുണ്ടാകും എന്നതിൻ്റെ കൃത്യമായ വിശകലനമാണ് ഇനി നമ്മൾ നടത്താൻ പോകുന്നത്. മകം രാജകീയ നക്ഷത്രം. ജ്യോതിഷത്തിലെ 10ാമത്തെ നക്ഷത്രമാണ് മകം. ഇതിനെ നമ്മൾ രാജകീയ നക്ഷത്രം എന്നും വിശേഷിപ്പിക്കുന്നു. സിംഹക്കൂറിൽ വരുന്ന മകം നക്ഷത്രക്കാർ പേര് സൂചിപ്പിക്കുന്നത് പോലെ അന്തസ്സും അധികാരവും ജന്മസിദ്ധമായി നേടിയവരാണ്. സിംഹാസനത്തിൻ്റെ പ്രഭാവം. മകം നക്ഷത്രത്തിൻ്റെ ചിഹ്നം ഒരു സിംഹാസനം, റോയൽ ത്രോൺ അല്ലെങ്കിൽ പല്ലക്കിയാണ്. ഇത് ഇവരുടെ നേതൃപാടവത്തെയും സമൂഹത്തിൽ ഇവർക്ക് ലഭിക്കുന്ന ഉന്നതമായ സ്ഥാനത്തെയും സൂചിപ്പിക്കുന്നു. നിങ്ങളൊരു മകം നക്ഷത്രക്കാരനാണെങ്കിൽ മറ്റൊരാളുടെ കീഴിൽ നിൽക്കാൻ നിങ്ങൾ ഇഷ്ടപ്പെടില്ല. എല്ലാ കാര്യങ്ങളിലും മുൻകൈയെടുത്ത് നയിക്കാനുള്ള തീവ്രമായ ആഗ്രഹം നിങ്ങൾക്കുണ്ടാകും. പൂർവികരുടെ അനുഗ്രഹം. ഈ നക്ഷത്രത്തിൻ്റെ പ്രധാന ദേവത പിതൃക്കളാണ്. അതുകൊണ്ട് തന്നെ മകം നക്ഷത്രക്കാർക്ക് പൂർവികരുടെ ശക്തമായ അനുഗ്രഹമെന്നും തണലായി ഉണ്ടാകും. പാരമ്പര്യത്തോടും കുടുംബത്തിൻ്റെ മഹത്വത്തോടും ഇവർക്ക് വലിയ ബഹുമാനമുണ്ട്. സ്വന്തം കുടുംബത്തിൻ്റെ അന്തസ്സും കീർത്തിയും നിലനിർത്താൻ ഇവർ എപ്പോഴും പ്രതിജ്ഞാബദ്ധരായിരിക്കും. വ്യക്തിത്വം. ഇവരുടെ അധിപഗ്രഹം മോക്ഷത്തിൻ്റെ കാരകനായ കേതുവാണ്. ഇത് ഭൗതികമായ കാര്യങ്ങൾക്കപ്പുറം ജീവിതത്തെക്കുറിച്ചുള്ള ആത്മീയമായ അന്വേഷണത്തിന് ഇവർക്ക് പ്രേരണ നൽകുന്നു. ആകർഷകമായ പെരുമാറ്റം, ഉദാരമായ മനസ്സ്, ആത്മാഭിമാനം, അതുപോലെ തന്നെ സത്യസന്ധമായ സംസാരം എന്നിവയെല്ലാം മകം നക്ഷത്രക്കാരുടെ മാത്രം പ്രത്യേകതകളാണ്. ഒരു സിംഹത്തിൻ്റെ ഗാംഭീര്യത്തോടെ ഏത് സദസ്സിലും ഇവർ ശ്രദ്ധാകേന്ദ്രമായി മാറും. ചുരുക്കത്തിൽ മകം നക്ഷത്രം അധികാരത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും വ്യക്തിപ്രഭാവത്തിൻ്റെയും ശക്തമായ സംഗമമാണ്. ഔദ്യോഗിക രംഗം, കരിയർ. തുലാം മാസത്തിലെ ഗ്രഹസ്ഥിതി അനുസരിച്ച് മകം നക്ഷത്രക്കാർക്ക് ഔദ്യോഗിക കാര്യങ്ങളിൽ ഈ മാസം അല്പം കൂടുതൽ അധ്വാനം വേണ്ടി വന്നേക്കാം. നിലവിൽ ഗ്രഹങ്ങളുടെ സ്ഥിതിയിൽ 12ാം ഭാവത്തിൽ കുജനും അഥവാ ചൊവ്വ, ആദിത്യനും അഥവാ സൂര്യൻ സഞ്ചരിക്കുന്നത് കാണുന്നു. ഈ ഗ്രഹങ്ങളുടെ സംയോജനം നിങ്ങളുടെ ജോലിസ്ഥലത്ത് ചില സ്വൈരക്കേടുകൾക്കും ചെറിയ തർക്കങ്ങൾക്കും കാരണമായേക്കാം. അതുകൊണ്ട് തന്നെ മേലുദ്യോഗസ്ഥരുമായും സഹപ്രവർത്തകരുമായും സംസാരിക്കുമ്പോൾ അമിതമായ അഹങ്കാരമോ ദേഷ്യമോ പ്രകടിപ്പിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നാൽ ഇതിനൊരു നല്ല വശം കൂടിയുണ്ട്. പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് ഈ മാസം അനുകൂലമായ അവസരങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. കഠിനാധ്വാനം ചെയ്താൽ തീർച്ചയായും നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള മാറ്റങ്ങളുണ്ടാകും. മാത്രമല്ല, ചിലർക്ക് ഈ മാസം ജോലിയിൽ വേതന വർധനവോ സ്ഥാനക്കയറ്റമോ ആവശ്യപ്പെടേണ്ടി വരുന്ന സാഹചര്യങ്ങളുണ്ടാകാം. അത്തരത്തിലുള്ള ചർച്ചകളിൽ ക്ഷോഭിച്ച് സംസാരിക്കുന്നത് നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് നിങ്ങളെ അകറ്റാൻ സാധ്യതയുണ്ട്. സമാധാനപരമായും വിനയത്തോടെയുമുള്ള സംഭാഷണത്തിലൂടെ മാത്രമേ ഈ മാസത്തെ ലക്ഷ്യങ്ങൾ നേടാൻ സാധിക്കൂ എന്നോർക്കുക. ചുരുക്കത്തിൽ തൊഴിൽ രംഗത്ത് അല്പം ശ്രദ്ധയും
ക്ഷമയും പാലിച്ചാൽ ഈ മാസം നിങ്ങൾക്ക് നേട്ടങ്ങളുടേതാക്കി മാറ്റാൻ സാധിക്കും. സാമ്പത്തികം, ഫിനാൻസ്. തുലാം മാസത്തിൽ മകം നക്ഷത്രക്കാർ സാമ്പത്തിക കാര്യങ്ങളിൽ അല്പം ജാഗ്രത പുലർത്തണം. അപ്രതീക്ഷിത ചിലവുകൾക്ക് സാധ്യത കാണുന്നുണ്ട്. ചിലപ്പോൾ പഴയ കടങ്ങൾ വീട്ടാനായി നിങ്ങൾക്ക് കൂടുതൽ സമ്മർദ്ദം അനുഭവിക്കേണ്ടി വന്നേക്കാം. അതിനാൽ ഈ മാസം ധനപരമായ ഇടപാടുകളിൽ ഒരു കരുതൽ സമീപനം സ്വീകരിക്കുന്നത് വളരെ അത്യാവശ്യമാണ്. വലിയ നിക്ഷേപങ്ങളോ ആർഭാടപരമായ ചിലവുകളോ തൽക്കാലം ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. എന്നാൽ ശുഭകരമായ ചില മാറ്റങ്ങളും ഈ മാസത്തിൽ പ്രതീക്ഷിക്കാം. ഗൃഹനിർമ്മാണവുമായി ബന്ധപ്പെട്ട് മുൻപുണ്ടായിരുന്ന തടസ്സങ്ങൾ ഈ മാസം അകന്നു പോകാനുള്ള ശക്തമായ സാധ്യത കാണുന്നു. ഭവന നിർമ്മാണത്തിനോ സ്ഥലമിടപാടുകൾക്കോ അനുകൂലമായ സമയം വന്നുചേരാം. അതോടൊപ്പം ഭാഗ്യത്തിൻ്റെ സൂചനയായി നിങ്ങൾക്ക് വില കൂടിയ വസ്തുക്കളോ സമ്മാനങ്ങളോ ലഭിക്കാനും സാധ്യതയുണ്ട്. ഇവയെല്ലാം നിങ്ങളുടെ മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യങ്ങളായിരിക്കും. ചുരുക്കത്തിൽ ചിലവുകൾ നിയന്ത്രിക്കുകയും കടബാധ്യതകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്താൽ സാമ്പത്തിക കാര്യങ്ങളിൽ നിങ്ങൾക്ക് സമാധാനം നിലനിർത്താനാകും. കുടുംബം, ഫാമിലി ആൻഡ് റിലേഷൻഷിപ്സ്. തുലാം മാസത്തിൽ മകം നക്ഷത്രക്കാർ കുടുംബകാര്യങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് വളരെ നല്ലതാണ്. സന്തോഷവും സമാധാനവും നിറഞ്ഞ കുടുംബ അന്തരീക്ഷം നിലനിർത്താൻ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ചെറിയ ശ്രമങ്ങൾ പോലും വലിയ സ്വാധീനം ചെലുത്തും. ഈ മാസം 4-ാം ഭാവത്തിലെ രാഹുവിൻ്റെ സ്ഥിതി കാരണം നിങ്ങളുടെ മനസ്സമാധാനം ചില സമയങ്ങളിൽ കുറയാനിടയുണ്ട്. ഇത് വീട്ടിലെ അന്തരീക്ഷത്തിൽ ചെറിയ പിരിമുറുക്കങ്ങളോ ആശയക്കുഴപ്പങ്ങളോ ഉണ്ടാക്കിയേക്കാം. എന്നാൽ മകം നക്ഷത്രക്കാരായ നിങ്ങൾ മൃദുഭാഷിയും ശാന്ത സ്വഭാവമുള്ളവരുമാണ്. ഈ ഗുണം നിങ്ങൾ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുക. ചെറിയ കാര്യങ്ങൾക്ക് പോലും കോപം വരുന്നത് നിയന്ത്രിക്കുകയാണെങ്കിൽ കുടുംബ ബന്ധങ്ങളിലും ദാമ്പത്യ ജീവിതത്തിലും സന്തോഷവും ഐക്യവും നിലനിർത്താൻ നിങ്ങൾക്ക് തീർച്ചയായും സാധിക്കും. പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ ശ്രദ്ധ കൂടുതൽ ആവശ്യമാണ്. തുറന്ന സംഭാഷണങ്ങളിലൂടെ തെറ്റിദ്ധാരണകൾ ഒഴിവാക്കുക. ശുഭകരമായ കാര്യമെന്തെന്നാൽ ഈ മാസം നിങ്ങളുടെ ബന്ധുക്കളുടെയും കുടുംബാംഗങ്ങളുടെയും ശക്തമായ പിന്തുണ നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. നിർണായകമായ കാര്യങ്ങളിൽ അവരുടെ സഹായം നിങ്ങളെ മുന്നോട്ട് നയിക്കും. ചുരുക്കത്തിൽ ക്ഷമയോടെയും സ്നേഹത്തോടെയുമുള്ള പെരുമാറ്റം നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ ഈ മാസം കൂടുതൽ ദൃഢമാക്കും. ആരോഗ്യം. മകം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ തുലാമാസം ആരോഗ്യകാര്യങ്ങളിൽ സാധാരണ നിലയിലുള്ള ശ്രദ്ധ മതിയാകും. വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും നിങ്ങളെ അലട്ടാൻ സാധ്യതയില്ല. എങ്കിലും ഗ്രഹങ്ങളുടെ സ്വാധീനം കാരണം മാനസികാരോഗ്യത്തിന് ഈ മാസം പ്രത്യേക പരിഗണന നൽകണം. അനാവശ്യ ചിന്തകളും ഭാവിയെക്കുറിച്ചുള്ള അമിതമായ ആശങ്കകളും പൂർണ്ണമായി ഒഴിവാക്കി ശാന്തമായ ഒരു ജീവിതം നയിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ശാരീരിക ആരോഗ്യത്തേക്കാൾ നിങ്ങളുടെ മാനസിക ആരോഗ്യത്തിന് പ്രാധാന്യം നൽകേണ്ട സമയമാണിത്. എല്ലാ ദിവസവും ധ്യാനം, ലഘുവായ വ്യായാമം, യോഗ തുടങ്ങിയ കാര്യങ്ങൾക്കായി അല്പസമയം മാറ്റിവെക്കുന്നത് മനസ്സിന് കൂടുതൽ ഉന്മേഷവും സമാധാനവും നൽകും. സമീകൃതാഹാരം കഴിക്കുകയും കൃത്യമായ ഉറക്കം ഉറപ്പുവരുത്തുകയും ചെയ്യുകയാണെങ്കിൽ ഈ മാസം നിങ്ങൾക്ക് ആരോഗ്യപരമായി ഒരുപാട് മുന്നോട്ട് പോകാൻ സാധിക്കും. ചുരുക്കത്തിൽ ശാരീരികമായി നിങ്ങൾക്ക് ശക്തിയുണ്ട്. മാനസിക സമ്മർദ്ദങ്ങൾ കുറയ്ക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. വിദ്യാഭ്യാസം. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ തുലാം മാസം അല്പം കഠിനാധ്വാനം ആവശ്യപ്പെടുന്ന ഒന്നായിരിക്കും. നിങ്ങളുടെ പ്രോജക്റ്റുകൾ, അസൈൻമെൻറ്റുകൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പരീക്ഷാ തയ്യാറെടുപ്പുകൾ എന്നിവയൊക്കെ ചിലപ്പോൾ ദുഷ്കരമായി അനുഭവപ്പെട്ടേക്കാം. വിഷയങ്ങൾ മനസ്സിലാക്കാൻ കൂടുതൽ സമയം വേണ്ടി വന്നേക്കാം. എന്നാൽ
മകം നക്ഷത്രക്കാരായ നിങ്ങൾ വിവിധ വിഷയങ്ങളിൽ നിപുണരാണ്. ഈ ഗുണം നിങ്ങൾ നന്നായി ഉപയോഗിക്കുക. ഉറച്ച തീരുമാനത്തോടെയുള്ള കഠിനാധ്വാനത്തിലൂടെ ഈ തടസ്സങ്ങളെയെല്ലാം നിങ്ങൾക്ക് നിഷ്പ്രയാസം മറികടക്കാൻ സാധിക്കും. ശ്രദ്ധയും ഏകാഗ്രതയും വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങൾ പരിശീലിക്കുക. നിങ്ങളുടെ പഠനത്തിൽ ഒരു മികച്ച മുന്നേറ്റമുണ്ടാക്കാൻ ഈ മാസം നിങ്ങൾക്ക് സാധിക്കും. ഈ മാസത്തെ ഗൃഹസ്ഥിതി അനുസരിച്ച് മകം നക്ഷത്രക്കാർ ചില പ്രധാന കാര്യങ്ങളിൽ അതീവ കരുതൽ പാലിക്കേണ്ടതുണ്ട്. കൂട്ടുകെട്ടുകളുടെ കാര്യത്തിൽ സുഹൃത്ത് ബന്ധങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ അതീവ ജാഗ്രത പുലർത്തണം. തെറ്റായ കൂട്ടുകെട്ടുകൾ നിങ്ങളെ ദോഷകരമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. നിയമപരമായ കാര്യങ്ങളിൽ ആർക്കു വേണ്ടിയും സാക്ഷി പറയുക, ജാമ്യം നിൽക്കുക തുടങ്ങിയ സാമ്പത്തികപരമായതോ നിയമപരമായതോ ആയ കാര്യങ്ങളിൽ നിന്ന് ഈ മാസം പൂർണ്ണമായും വിട്ടുനിൽക്കുന്നത് ഉചിതമാണ്. ഇത്തരം കാര്യങ്ങൾ ഭാവിയിൽ നിങ്ങൾക്ക് സാമ്പത്തിക ബാധ്യതകളോ നിയമപ്രശ്നങ്ങളോ വരുത്തി വച്ചേക്കാം. ശത്രുക്കളെ സൂക്ഷിക്കുക. നിങ്ങളെ പുറകിൽ നിന്ന് കുറ്റപ്പെടുത്താൻ സാധ്യതയുള്ള ഗുപ്തശത്രുക്കളെയും അവരുടെ നീക്കങ്ങളെയും സൂക്ഷിക്കുക. അനാവശ്യ ഇടപെടലുകൾ. മറ്റുള്ളവരുടെ സ്വകാര്യ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് നിങ്ങൾക്ക് പുതിയ പ്രശ്നങ്ങളോ ശത്രുതയോ ഉണ്ടാവാതിരിക്കാൻ സഹായിക്കും. പരിഹാരങ്ങൾ, റെമഡീസ്. പ്രിയ മകം നക്ഷത്രക്കാരെ, നിങ്ങളുടെ തുലാം മാസഫലം എന്തായിരിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഈ മാസത്തെ പ്രതികൂല സാഹചര്യങ്ങളെ മറികടക്കാനും നിങ്ങളുടെ ഭാഗ്യം വർദ്ധിപ്പിക്കാനും മനസ്സിന് ശാന്തി ലഭിക്കാനും നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട പരിഹാരങ്ങൾ ശ്രദ്ധിക്കുക. ആധ്യാത്മിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകുക. ദിവസേനയുള്ള ഈശ്വര സ്മരണ നിങ്ങളുടെ മനസ്സിലെ സമ്മർദ്ദങ്ങളെ കുറയ്ക്കാൻ സഹായിക്കും. ദൈവാനുഗ്രഹം ലഭിക്കുന്നതിനായി നിങ്ങളുടെ ഇഷ്ടദേവന്മാർക്ക് പ്രാർത്ഥനകളും വഴിപാടുകളും മുടങ്ങാതെ ശ്രദ്ധിക്കുക. നവഗ്രഹങ്ങളെ പ്രീതിപ്പെടുത്തുന്നത് പ്രതികൂല ഗ്രഹദോഷങ്ങൾക്ക് പരിഹാരമാകും. മറ്റുള്ളവർക്ക് വേണ്ടി സഹായം ചെയ്യുന്നത് നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ്. നിങ്ങൾക്ക് സാമൂഹ്യ സേവനങ്ങളിൽ താൽപ്പര്യമുള്ളതിനാൽ സാധിക്കുമെങ്കിൽ അതിനായി സമയം കണ്ടെത്തുക. അശരണരെ സഹായിക്കുന്നത് ഈശ്വരപ്രീതിക്ക് ഉത്തമമാണ്. മകം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ തുലാമാസം കഠിനാധ്വാനവും ക്ഷമയും ആവശ്യമുള്ള ഒരു കാലഘട്ടമാണ്. തൊഴിൽ രംഗത്തും കുടുംബ ബന്ധങ്ങളിലും നിങ്ങൾ ക്ഷോഭം നിയന്ത്രിച്ച് വിനയത്തോടെ പെരുമാറണം. സാമ്പത്തിക കാര്യങ്ങളിൽ ജാഗ്രത പാലിക്കുകയും അനാവശ്യ ചിലവുകൾ ഒഴിവാക്കുകയും ചെയ്യുക. ഓർക്കുക, നക്ഷത്രങ്ങൾ ഒരു വഴികാട്ടി മാത്രമാണ്. നിങ്ങളുടെ പരിശ്രമവും ഈശ്വരവിശ്വാസവുമാണ് എല്ലാറ്റിനും മുകളിലുള്ള ശക്തി. എല്ലാ വെല്ലുവിളികളെയും അതിജീവിക്കാനുള്ള നേതൃപാഠവും ആത്മവിശ്വാസവും മകം നക്ഷത്രക്കാരായ നിങ്ങളിൽ അന്തർലീനമായിട്ടുണ്ട്. ദൈവാനുഗ്രഹം നിങ്ങൾക്ക് എന്നും തുണയായി ഉണ്ടാകും. ഈ വിശകലനം നിങ്ങൾക്ക് പ്രയോജനകരമായെന്ന് വിശ്വസിക്കുന്നു. വേദിക് വിശ്വാസ് ചാനലിൽ നിന്നുള്ള കൂടുതൽ ആധികാരികമായ ജ്യോതിഷ വിവരങ്ങൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു നന്ദി സൂചകമായി ഇത് നിങ്ങളുടെ കുടുംബ വാട്സാപ്പ് ഗ്രൂപ്പുകളിലേക്കും സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ ദയവായി ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്മകൾ നേരുന്നു. നമസ്കാരം.